കൊട്ടാരക്കരയിൽ ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ പ്രതി സന്ദീപ് കുറ്റക്കാരനെന്ന് കോടതി. ശിക്ഷ വ്യാഴാഴ്ച വിധിക്കും. 2023 മെയ് 10 കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ വന്ദനാദാസിനെ പ്രതി സന്ദീപ് ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. നിസ്സഹായ ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഈ കേസിൽ പ്രോസിക്യൂഷനും പോലീസും ഒത്തുചേർന്ന് വളരെ ഇണക്കത്തോടെ ഈ ശ്രമകരമായ ഈ പ്രയത്നത്തെ ബഹുമാനപ്പെട്ട കോടതി അംഗീകരിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിന് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് ഹാജരായ പ്രതാപ് പടിക്കൽ സാറ് വളരെയധികം അഹോരാത്രം അദ്ദേഹത്തിന്റെ ടീമും വളരെയധികം പ്രയത്നിച്ചു എന്നുള്ളതിന് തെളിവാണ് ഇന്നത്തെ ഈ കോടതിയുടെ ഈ കണ്ടെത്തലുകൾ. കാരണം ഇത് വളരെയധികം ചലഞ്ചിങ് ആയ ഒരു കേസായിരുന്നു. പോലീസ് സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു മോട്ടീവ് ഇല്ലാതെ ഒരു പെൺകുട്ടിയെ ഒരു പ്രതി കൊലപ്പെടുത്തുമ്പോൾ അതിലേക്ക് തെളിവുകൾ ശേഖരിക്കുക എന്ന് വളരെ ശ്രമകരമായിരുന്നു. ഇതിലേക്ക് കൊല്ലം ജില്ലാ ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥ നിലയ്ക്ക് എന്നെ ചുമതലപ്പെടുത്തി എന്റെ മേലുദ്യോഗസ്ഥരിൽ അർപ്പിച്ച വിശ്വാസവും എന്റെ കൂടെ ഉണ്ടായിരുന്ന ടീമിന്റെ വളരെ ശ്രമകരമായ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രയത്നത്തിന്റെ ഫലമാണ് നമ്മൾ ഇന്നിവിടെ കാണുന്നത്. 3 വർഷം നീണ്ട കോടതി നടപടികൾക്കൊടുവിലാണ് വിധി. കുടവട്ടൂർ സ്വദേശി സന്ദീപിനെ പൂയപ്പള്ളി പോലീസ് വൈദ്യപരിശോധനയ്ക്കായിട്ടാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഡ്രസ്സിംഗ് റൂമിൽ വെച്ച മുറിവ് കെട്ടുന്നതിനിടെ അക്രമാസക്തനായ പ്രതി അവിടെയുണ്ടായിരുന്ന സർജിക്കൽ കത്രിക കൈക്കലാക്കി പോലീസുകാരെയും കൂടെ വന്നയാളെയും ആക്രമിച്ചു. മറ്റുള്ളവർ ഓടിമാറിയപ്പോൾ ആശുപത്രിയിലെ ഹൌസ് സർജനായിരുന്ന ഡോക്ടർ വന്ദനാദാസിന് രക്ഷപ്പെടാനായില്ല. വന്ദനയെ തടഞ്ഞ് നിർത്തിയ പ്രതിയെ നെഞ്ചിലും മുതുകിലും കഴുത്തിലുമായി പലതവണ കുത്തി പരിക്കേൽപ്പിച്ചു. അധികം വൈകാതെ മരണം സംഭവിച്ചു. ക്രൂരമായ കൊലപാതകത്തിൽ വിചാരണാ നടപടികൾ പൂർത്തിയായതിനു പിന്നാലെയാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി വിധി പറഞ്ഞത്. പ്രതി സന്ദീപിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് വൈദ്യപരിശോധനയിൽ തെളിഞ്ഞിരുന്നു. കേസിൽ 70-ലധികം സാക്ഷികളെ വിസ്തരിച്ചു. 22 തൊണ്ടിമുതലുകളും 207 രേഖകളും ഹാജരാക്കി. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കലാണ് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത്. പോലീസ് അറസ്റ്റ് ചെയ്തതിനു ശേഷം ഒരു ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ട ആദ്യത്തെ ധർമ്മം എന്നുള്ള തരത്തിൽ തന്നെ പ്രതി ഇപ്രകാരം ഒരു മെന്റൽ ഇൻസാനിറ്റി എന്നുള്ളൊരു തർക്കം ഉന്നയിക്കാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് 3-ാം ദിവസം തന്നെ ഡോക്ടർ അരുൺ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ സൈക്യാട്രിസ്റ്റ് അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുകയും ഒരു റിപ്പോർട്ട് ഇന്റർവ്യൂ ചെയ്ത് പോലീസ് ഉദ്യോഗസ്ഥ മുമ്പാകെ മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ പ്രതിക്ക് യാതൊരു തരത്തിലുള്ള മാനസിക വിഭ്രാന്തികളുമില്ല എന്ന് കണ്ടെത്താൻ സാധിച്ചു. പിന്നീട് 19-ാം തീയതി മെയ് 10-ാം തീയതി ഒഫൻസ് നടന്നതിന് ശേഷം 9-ാമത്തെ ദിവസം ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുകയും ആ മെഡിക്കൽ ബോർഡിലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്യാട്രിയിലെ പ്രമുഖന്മാരായ ഡോക്ടർമാർ ഉൾപ്പെടുന്ന മെഡിക്കൽ ബോർഡ് പ്രതിയെ സന്ദർശിക്കുകയും പ്രതിയെ ഇന്റർവ്യൂ ചെയ്യുകയും ചെയ്തു. അവിടെയും പ്രതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വിഭ്രാന്തി ഇല്ല എന്ന് തെളിയിക്കാൻ സാധിച്ചു. എന്നാൽ അതിനുശേഷം വീണ്ടും ആ മെഡിക്കൽ ബോർഡിന്റെ കൂടി നിർദ്ദേശാനുസരണം വിശദമായ ഒരു ഇന്റർവ്യൂ നടത്തണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ജൂൺ 3 വീണ്ടും പ്രതിയെ ഇന്റർവ്യൂ ചെയ്തു. ആ ഇന്റർവ്യൂ ചെയ്ത സമയത്തിനുള്ളിൽ പ്രതി തിരുവനന്തപുരം ജയിലിലെ ലൈബ്രറിയിൽ നിന്നും സൈക്യാട്രിയുടെ പുസ്തകങ്ങൾ ശേഖരിച്ച് എങ്ങനെയാണ് ഒരു പ്രതിക്ക് സൈക്യാട്രിയിൽ തന്നെ ഇന്റർവ്യൂ ചെയ്യാനെത്തുന്ന ഡോക്ടർമാരെ മിസ്ലീഡ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ച് വളരെ വിശദമായ രീതിയിൽ പഠിച്ച ശേഷം ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുകയും അയാൾക്ക് മൂന്നാമത് മറ്റൊരാളുടെ ശബ്ദങ്ങൾ കേൾക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയുണ്ട് എന്നുള്ള തരത്തിലുള്ള മറുപടി കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സ്കീസോഫീനിയയുടെ പ്രശ്നം അയാൾക്കുണ്ട് എന്ന് അയാൾ ആ മെഡിക്കൽ റിപ്പോർട്ടിൽ വരുത്തുവാനും കഴിയുന്നതിൽ അയാൾ വിജയിക്കുകയുണ്ടായി. എന്നാൽ പിന്നീട് കോടതിയിൽ ഈ സാക്ഷികളെയൊക്കെ വിസ്തരിക്കുന്ന സമയത്ത് പ്രോസിക്യൂഷൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായി ഈ സാക്ഷികളെല്ലാം തന്നെ ഈ പ്രതിയോട് ഇപ്രകാരമുള്ള പ്രവൃത്തികളെല്ലാം തന്നെ അയാൾ ഒരു പ്രിറ്റൻഡ് ചെയ്ത അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള തരത്തിൽ തെളിയിക്കാൻ സാധിച്ചു. മാത്രമല്ല പ്രതിഭാഗത്തു നിന്ന് വിസ്തരിക്കപ്പെട്ട പ്രതിയുടെ സഹപ്രവർത്തകരായ അധ്യാപകർ അവർ ഇവിടെ കോടതിയിൽ വന്ന് പ്രതിക്ക് അനുകൂലമായ രീതിയിൽ മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും പ്രോസിക്യൂഷൻ അവരെ ക്രോസ് എക്സാമിൻ ചെയ്ത സമയത്ത് ഈ ഒഫൻസിന്റെ തൊട്ട് തലേ ദിവസം വരെയും പ്രതിക്ക് യാതൊരു തരത്തിലുമുള്ള മാനസിക രോഗത്തിന്റെയും അംശങ്ങളോ ഭാവങ്ങളോ പ്രകടിപ്പിച്ചിട്ടുള്ള വ്യക്തിയല്ല എന്ന് തെളിയിക്കാനും പ്രോസിക്യൂഷൻ സാധിച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.